ഹായ്, നമസ്കാരം. ഞാൻ ശിവദാസൻ. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ടെൻസിനെ കുറിച്ചും ടെൻസിൽ തന്നെ ആക്റ്റീവ് വോയിസും 12 എണ്ണവും ആക്റ്റീവ് വോയിസിൽ, അതിനുശേഷം അവയുടെ 12 എണ്ണത്തിൻ്റെ പാസീവ് വോയിസും ആയിരുന്നു. ഗൗതം എന്നുള്ള ഉദാഹരണം വെച്ചിട്ട് ആക്റ്റീവ് വോയിസിലെ 12 ടെൻസും അതിനുശേഷം അതിൻ്റെ 12 പാസീവ് വോയിസും പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ടെൻസിൽ ഉൾപ്പെടുത്താതെ കുറേ സെൻറ്റൻസുകൾ, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ നമ്മൾ ഈ ടെൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹാസ് ടു എന്ന് ഹാവ് ടു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാസ് ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഹാവ് ടു എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ഒരു കാര്യം ചെയ്യണം, പറയണം, പോകണം എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, ആശയങ്ങളെ പ്രകടിപ്പിക്കണമെങ്കിൽ ഹാസ് ടു എന്നോ ഹാവ് ടു എന്നോ ഉപയോഗിക്കണം. നമ്മൾക്ക് നമ്മുടെ ഉദാഹരണത്തിലേക്ക് പോകാം. ഗൗതം ഹാസ് ടു റൈറ്റ് എ ലെറ്റർ. ഗൗതമിന് ഒരു കത്ത് എഴുതണം. ഗൗതം സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ടു എന്ന് ഉപയോഗിച്ചിട്ട് വെർബ് ഉപയോഗിക്കണം എന്നാണ് ഇതിൻ്റെ നിയമം. ഗൗതം ഹാസ് ടു റൈറ്റ്. ഹാസ് എന്നത് ഉപയോഗിച്ചത് കൊണ്ട് ടുവിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം എന്ന നിയമമൊന്നും ഇവിടെ പ്രാവർത്തികമല്ല. ഹാസ് ടുവിന് ശേഷം വെർബിൻ്റെ ആദ്യത്തെ രൂപമായിട്ടുള്ള റൈറ്റ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഗൗതം ഹാസ് ടു റൈറ്റ് എ ലെറ്റർ. ഗൗതമിന് ഒരു കത്ത് എഴുതണം. ഇനി ഗൗതമിൻ്റെ സ്ഥാനത്ത് ഒന്നിലധികം ആളാവുമ്പോൾ, ബഹുവചനാവുമ്പോൾ ഗൗതം ആൻഡ് മാധുരി ഹാവ് ടു റൈറ്റ് എ ലെറ്റർ. ഒരു കാര്യം ചെയ്യണം, പറയണം, എഴുതണം, പോകണം എന്ന രീതിയിൽ ആശയം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ഹാസ് ടു എന്നോ ഹാവ് ടു എന്നോ സന്ദർഭത്തിനനുസരിച്ച്, ചോയ്സിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഗൗതം ഹാസ് ടു റൈറ്റ് എ ലെറ്റർ. ഗൗതമിന് ഒരു കത്ത് എഴുതണം. ഗൗതം ഹാസ് ടു ഗോ ടു ബോംബെ. ഹാസ് ടു ഗോ ടു ബോംബെ. ഹാസ് എന്ന HAS ഹാസ് ടു. ഗൗതം ഹാസ് ടു ഗോ ടു ബോംബെ. ഗൗതമിന് ബോംബെക്ക് പോകണം. ഇനി ഗൗതം മാധുരിയും കൂടി രണ്ടുപേരും ചേർന്നിട്ടാണ് ബോംബെക്ക് പോകുന്നതെങ്കിൽ ഗൗതം ആൻഡ് മാധുരി ഹാവ് ടു ഗോ ടു ബോംബെ. ഹാസ് ടുവിന് പകരം ഹാവ് ടു. ഇനി അടുത്തത്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി ഹാസ് ടു, ഹാവ് ടു, ഒരു കാര്യം ചെയ്യണം എന്ന് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്യാൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക, ഒരു കാര്യം ചെയ്യാൻ കഴിയുക, പറയാൻ കഴിയുക, പോകാൻ കഴിയുക എന്ന അർത്ഥത്തിലാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ഗൗതം ക്യാൻ റൈറ്റ് എ ലെറ്റർ. ഗൗതമിന് ഒരു കത്ത് എഴുതാൻ കഴിയും. അല്ലെങ്കിൽ അവനെന്തോ ബുദ്ധിമുട്ടുണ്ട് ഗൗതമിന്, അതുകൊണ്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ അവരൊക്കെ എബിലിറ്റിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഗൗതമിന് ഇപ്പോൾ നടക്കാൻ കഴിയും. ഗൗതം ക്യാൻ വാക്ക് നൗ. ഗൗതമിന് എന്തോ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നടക്കാൻ കഴിയില്ല, പക്ഷേ ഇപ്പോൾ നടക്കാൻ കഴിയും. ഗൗതം ക്യാൻ വാക്ക്. ഗൗതമിന് നടക്കാൻ കഴിയും. ഗൗതം ക്യാൻ റൈറ്റ്. ഗൗതമിന് എഴുതാൻ കഴിയും. ഗൗതം ക്യാൻ സ്പീക്ക്. ഗൗതമിന് സംസാരിക്കാൻ കഴിയും. ഗൗതം എന്നുള്ളത് ഇവിടെ സിംഗുലറാണ്, ഏകവചനാണ് എങ്കിൽ ക്യാൻ തന്നെ ഉപയോഗിക്കണം. ബഹുവചനായാലും ക്യാൻ തന്നെ ഉപയോഗിച്ചാൽ മതി. ഏകവചനം, ബഹുവചനം എന്നുള്ള കർത്താവിൻ്റെ ആ വ്യത്യാസങ്ങളൊന്നും ഈ ടെൻസിൽ കാണുന്നില്ല, ഈ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മൾക്ക് പറയേണ്ടത്? എന്ത് കാര്യം ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും, പോകാൻ കഴിയും എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ക്യാൻ എന്ന് ഉപയോഗിക്കുക. അതിൻ്റെ പാസ്റ്റ് കുഡ് എന്നാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും എന്ന അർത്ഥത്തിൽ ആശയം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ക്യാനിനെയാണ്. ഹീ ക്യാൻ വാക്ക്. അവന് നടക്കാൻ കഴിയും. ഷീ ക്യാൻ വാക്ക്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്ന് നോക്കുന്ന വകഭേദമൊന്നും നോക്കേണ്ട കാര്യമില്ല. ക്യാൻ ധൈര്യമായിട്ട് സബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാം. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും, ഇനി ഫെമിനിൻ ജെൻഡർ ആയാലും മെസ്കുലിൻ ജെൻഡർ ആയാലും, പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും യഥേഷ്ടം ക്യാനിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല അതിന്. അപ്പോൾ നമുക്കിതിൽ നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ഗൗതം ക്യാൻ വാക്ക്. ഗൗതമിന് നടക്കാൻ കഴിയും. ഈ ക്യാൻ എന്നുള്ള വാക്ക്, ഈ പ്രയോഗം നമ്മൾ ഈ 12 ടെൻസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യലായി എടുത്തിട്ട് പ്രത്യേകമായിട്ട് ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഗൗതം ക്യാൻ റൈറ്റ്. ഗൗതമിന് എഴുതാൻ കഴിയും. ഗൗതം ആൻഡ് മാധുരി ക്യാൻ റൈറ്റ്. ഗൗതമിനും മാധുരിക്കും എഴുതാൻ കഴിയും. ഇതിൽ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ടാക്കാൻ പറ്റും. ഗൗതമിന് എഴുതാൻ കഴിയില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഗൗതം കനോട്ട് റൈറ്റ്. ഗൗതം കനോട്ട് റൈറ്റ്. ഗൗതമിന് എഴുതാൻ കഴിയില്ല. ഇനിയും ഗൗതം ആൻഡ് മാധുരി എന്നാണെങ്കിലും ക്യാനിന് ഒരു വ്യത്യാസം വരുന്നില്ല, അർത്ഥത്തിലും ഒരു വ്യത്യാസമില്ല. കഴിയുക എന്നുള്ളത് കഴിയുക എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഗൗതം ആൻഡ് മാധുരി ക്യാൻ റൈറ്റ് എ ലെറ്റർ. ഗൗതമിനും മാധുരിക്ക് ഒരു കത്ത് എഴുതാൻ കഴിയും. ഇനി അവർക്ക് എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നെങ്കിലും ഗൗതം ആൻഡ് മാധുരി കനോട്ട് റൈറ്റ് എ ലെറ്റർ. ഗൗതമിനും മാധുരിക്കും ഒരു കത്ത് എഴുതാൻ കഴിയില്ല. കഴിയും എന്നുള്ളതിന് ക്യാനെന്നും കനോട്ട് എന്നുള്ളതിന് കഴിയില്ല എന്നും ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഇതിൽ മറ്റുള്ള ടെൻസിൽ പഠിച്ച പോലെ തന്നെ ഇതിലും നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ക്യാൻ എന്നുള്ള ഈ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ ക്യാനിനെ മുന്നോട്ട് കൊണ്ടുവരിക, സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താവും? ഗൗതമിന് ഒരു കത്ത് എഴുതാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ ഗൗതം റൈറ്റ് എ ലെറ്റർ?
എന്താ ഗൗതമിന് ഒരു കത്ത് എഴുതാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ പറയാണ് ആ കഴിയുമെന്നാണ് പറയുന്നത്, യെസ് ഹീ ക്യാൻ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഗൗതമിന് എഴുതാൻ കഴിയില്ലെങ്കിൽ നോ ഹീ കനോട്ട് അവന് കഴിയില്ല, അദ്ദേഹത്തിന് കഴിയില്ല, അവർക്ക് കഴിയില്ല. അവരായാലും ഒരാളായാലും രണ്ടായാലും അതിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ക്യാൻ ഉപയോഗിച്ചിട്ട് നോട്ട് ചേർത്താൽ മതി. ഗൗതം കനോട്ട് വാക്ക്, ഗൗതമിന് നടക്കാൻ കഴിയില്ല, കാലിലെന്തോ മുറിവെന്തോ പറ്റിയിരിക്കുന്നു, അസുഖമുണ്ട്, അതുകൊണ്ട് നടക്കാൻ കഴിയില്ല. ആൻഡ് ഗൗതമൻ മാധുരി ആണെങ്കിലോ, ഗൗതമൻ മാധുരി കനോട്ട് വാക്ക്, അവർക്ക് രണ്ടുപേർക്കും നടക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നടക്കാൻ കഴിയില്ലേ എന്നാണ് നമ്മൾക്ക് ചോദിക്കുന്നതെങ്കിൽ കാണ്ട് ദേ വാക്ക്, അവർക്ക് നടക്കാൻ കഴിയില്ലേ. കാണ്ട് എന്ന് പറയുമ്പോൾ കനോട്ട് എന്നുള്ളതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ചുരുക്ക രൂപമാണ്, കനോട്ടിൻ്റെ സംക്ഷിപ്ത രൂപമാണ് കാണ്ട്, CAN മുകളിൽ അപ്പോസ്ട്രോഫീസ് ഇട്ടിട്ട് ടി എന്ന് എഴുതുക. അപ്പോൾ കാണ്ട് ഗൗതമൻ മാധുരി വാക്ക്, ഗൗതമനും മാധുരിക്ക് എന്താ നടക്കാൻ കഴിയില്ലേ. ഈ രീതിയിലാണ് ഇതിൽ സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. നടക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കനോട്ട് എന്ന് തന്നെ, കഴിയില്ല എന്ന് കനോട്ട്, കഴിയില്ലേ അതിന് മുന്നിലിട്ട് കഴിഞ്ഞാൽ കഴിയില്ലേ എന്ന് വന്നു. അപ്പോൾ അവരതിന് മറുപടി ആൻസർ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം? നോ ദേ കനോട്ട് വാക്ക്, ഗൗതമൻ മാധുരി കനോട്ട് വാക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ്, ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനെ തന്നെ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഇതിൽ നമ്മൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ക്യാൻ എന്നുള്ളതിന് മുന്നിൽ കൊണ്ടുവന്ന ക്യാൻ ഗൗതം വാക്ക്, എന്താ ഗൗതമിന് നടക്കാൻ കഴിയുമോ? നോ ഹി കനോട്ട് വാക്ക്, ഇല്ല അയാൾക്ക് നടക്കാൻ കനോട്ട് വാക്ക്, നടക്കാൻ കഴിയില്ല. ചോദ്യം ഇനി നടക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കനോട്ട് എന്ന് ചോദിക്കണം, കഴിയില്ലേ കനോട്ട് എന്ന് മുന്നിൽ വരുമ്പോൾ ഇല്ലേ എന്ന് വരും ചോദ്യം. അപ്പോൾ അതിനെ കനോട്ട് നമ്മൾ ചുരുക്കമായിട്ട് കാണ്ട് എന്ന് പറഞ്ഞു. കാണ്ട് ഗൗതം വാക്ക്, ഗൗതമിന് നടക്കാൻ കഴിയില്ലേ. നോ ഹി കനോട്ട് വാക്ക്, യെസ് ഹി ക്യാൻ വാക്ക്, ഹി കനോട്ട് വാക്ക്. ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നും ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെന്നാണ് ഓർമ്മിക്കണം. ഇനി ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് കുഡ് എന്നാണ്. കഴിഞ്ഞു, നടക്കാൻ കഴിഞ്ഞു, എഴുതാൻ കഴിഞ്ഞു, പോകാൻ കഴിഞ്ഞു, ഈ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട സമയത്തും ക്യാനിൻ്റെ കുഡാണ് ഉപയോഗിക്കേണ്ടത്. ഗൗതമന് നടക്കാൻ കഴിഞ്ഞു, ഗൗതം കുഡ് വാക്ക്, ഗൗതമന് നടക്കാൻ കഴിഞ്ഞു. ഇനി ഒരാളല്ല അതിനധികം പേരാണെങ്കിൽ ഗൗതമൻ മാധുരി എന്നാണെങ്കിൽ ഗൗതമൻ മാധുരി കുഡ് വാക്ക്, രണ്ടുപേർക്കും നടക്കാൻ കഴിഞ്ഞു. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ചോദ്യം ഉണ്ടാക്കാൻ മുന്നിൽ കുഡിനെ മുന്നിലേക്ക് കൊണ്ടുവരിക. കുഡിൻ്റെ സ്പെല്ലിങ് COULD. കുഡ് ഗൗതം വാക്ക്, എന്താ ഗൗതമിന് നടക്കാൻ കഴിഞ്ഞോ, പാസ്റ്റാണ്. ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ്, ഓർമ്മിക്കുക കഴിഞ്ഞു. ഇനി കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ കുഡ് നോട്ട്, ഗൗതം കുഡ് നോട്ട് വാക്ക്, ഗൗതം ആൻഡ് മാധുരി കുഡ് നോട്ട് വാക്ക്, ഗൗതമനും മാധുരിക്കും നടക്കാൻ കഴിഞ്ഞില്ല. ഇനി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാവുമ്പോൾ കുഡ് നോട്ടിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കുഡിൻ്റെ ദേ വാക്ക്, അവർക്ക് നടക്കാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ ദേ കുഡ് നോട്ട് വാക്ക്, പിന്നെ ദേ കുഡ് നോട്ട് എന്ന് മാത്രം പറഞ്ഞാലും മതി, വാക്കെന്ന് പറയണമെന്നില്ല, ദേ കുഡ് നോട്ട് വാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിച്ചാൽ മതി. ക്യാനിൻ്റെ പ്രയോഗം, കുഡിൻ്റെ പ്രയോഗം മറക്കരുത്. നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ഹൃദിസ്ഥമാവുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു രൂപവുമായിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് ചേരാം. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ചാൻസ് ഉപയോഗിക്കുക, ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു അവസരം ഉപയോഗിക്കുക. എല്ലാ പ്രയോഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി, എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ടെൻസിന് അനുബന്ധമായിട്ടുള്ളതെല്ലാം. ഇനി അടുത്തതിൽ നമുക്ക് ഷുഡ് പഠിക്കാം. ഷുഡ്, മൈറ്റ് എന്നുള്ള കുറച്ചധികം ഉണ്ട്. അത് 1-2 ക്ലാസ്സിൽ നമുക്ക് തീർക്കാവുന്നതാണ്. അതിനുശേഷം ഇത് ജനറൽ യൂസ് ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂ തുടരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.